ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങളൊക്കെ? ഞാനിന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. ഞങ്ങളവിടെ ഇടിയപ്പത്തിന് നൂൽപുട്ട് എന്നൊക്കെ പറയും, ചിലർ നൂലപ്പം എന്നൊക്കെ പറയും. ഇത് വൈകിട്ട് ചായക്ക് മാത്രമല്ല, നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളൊക്കെ ന്യൂഡിൽസ് എന്ന് പറഞ്ഞ് പറ്റിക്കും ചെയ്യുക. ഞങ്ങളിതിന് വീട്ടിൽ നൂൽപുട്ട് ന്യൂഡിൽസ് എന്നാണ് പറയാറ്. ഇത് കുറച്ചുകൂടി ഹെൽത്തിയുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഞാനെടുത്തിട്ടുള്ളത് ഒരു സബോള, 2 പച്ചമുളക്, ചെറിയൊരു ഇഞ്ചി, കുറച്ച് വേപ്പില, ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നൂൽപുട്ടാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പില ഇട്ടു. അരിഞ്ഞു വെച്ച സബോളയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചതച്ച് വെച്ച ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വഴറ്റണയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നൂൽപുട്ടിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മാറ്റി വെച്ച കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട അതിലിട്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് നമ്മളെ നൂൽപുട്ട് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് നൂൽപുട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ നൂൽപുട്ട് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പൻ ന്യൂഡിൽസ് എന്നോ നൂലപ്പൻ ന്യൂഡിൽസ് എന്നോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഇതിനെ വിളിക്കാം. അത് വളരെ ടേസ്റ്റാണ്. ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചെറിയ ചിക്കൻ പീസോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്നുകൂടി ടേസ്റ്റി ആക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഇനാബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.